ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വിന്താലോ ആണ്. ഇത് വളരെ സ്പൈസി ആയ ഒരു ഡിഷാണ്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഡിഷ് ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, സപ്പോർട്ട് ആൻഡ് കമൻറ്റ്. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പുവും 1 ഏലക്കായും ചേർക്കുക. ഞാനിവിടെ ഏലക്കായ് തൊലി കളഞ്ഞതിൻ്റെ കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇത് വറക്കാൻ പാടില്ല. ലാസ്റ്റ് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. ഇത് ഏതാണ്ടൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ആ പാൻ തന്നെയാണ് എടുത്തത്. നമുക്ക് നമ്മുടെ മുളക് വാട്ടിയെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളകാണ്. 8 കാശ്മീരി മുളകാണ് ഇവിടെ ഉപയോഗിച്ചത്. മുളക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. 6 കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി ചേർക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയെല്ലാം കൂടെ ചേർക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യുക. അടുത്തതായി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. പാത്രം എടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. സവാള ഇടുക. ഞാനിവിടെ ഇടത്തരം ഒരു 2 സവാളയാണ് എടുത്തത്. സവാള ചേർക്കുക. ഒരു മുളക്, പച്ചമുളക് 1 ചേർക്കാം. ഇത് ഓൾറെഡി കുരുമുളക് ഇതൊക്കെ വന്നുകൊണ്ട് നല്ല സ്പൈസിയാണ്. കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ഇത് 3 കൂടെ നന്നായി വെന്ത് വരുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കറിക്കൂട്ട് നമുക്ക് ചേർക്കാം. കറിക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നന്നായി വറ്റണം. ഈ ഗ്രേവി നന്നായി വറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ചേർക്കാം. ഓൾറെഡി ഞാനിവിടെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണിത്. അരമണിക്കൂർ മുമ്പേ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട, ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്കിട്ട് വഴറ്റി ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ഇതൊരു നല്ലൊരു തിക്ക് ഗ്രേവി ഉള്ളൊരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇതിന് കുറച്ചൊരു കുറവാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കഷ്ണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിനാഗിരിയും തക്കാളിയും എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊരു പുളി മികച്ച് നിൽക്കും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെയൊക്കെ 1 കഷ്ണം ശർക്കര. ഇനി ഒരു 15 മിനിറ്റ് ഇത് വേവിക്കുക. നമ്മുടെ ചിക്കൻ വിന്താലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ആണ്, കുറച്ചൊരു ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊരു ഗ്രേവി ഡിഷാണ്.
ഇതിൽ നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം.